ഹായ് വ്യൂവേഴ്സ്, നമസ്കാരം ആൻഡ് ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നിങ്ങളെല്ലാവരെയും ജിയോ കിച്ചൺ ടൂർ വൈബ്സ് എന്ന യൂട്യൂബ് കുക്കറി ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ അവതരിപ്പിക്കുന്നത് ഒരു സൂപ്പാണ്. ഈ സൂപ്പ് കുറേ നാളായി ഞാൻ വിചാരിക്കുന്നു ഇത് അവതരിപ്പിക്കണം എന്ന് വിചാരിച്ച് അതിന് ചാൻസ് കിട്ടാതിരുന്ന് അങ്ങനെ പോയതാണ്. ഇതിൻ്റെ പേരാണ് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ്. ഇത് ശരിക്കും ഒരു കോണ്ടിനെൻ്റൽ വിഭവമാണ്, എങ്കിലും ഇവിടെ ഇഷ്ടംമാതിരി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇതാണ് ടിന്നെന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾ കാണുന്നത് സ്വീറ്റ് കോൺ ക്രീം സ്റ്റൈൽ സൂപ്പ് എന്ന് പറയുന്നത്. ഇതാണ്, ഇത് ടിന്നാണ്. ഇതിൽ പൊട്ടിച്ച് എടുത്ത് ഇതാണ് ഇതിൽ കാണുന്നത്. ഇതൊന്ന് മാഷ് ചെയ്യണമെന്നാണ്, നമ്മുടെ ഫോർക്ക് കൊണ്ട് മാഷ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതെ, ഇനി നമുക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. പിന്നെ ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് 2 ലിറ്റർ വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഒരു ക്യാരറ്റിൻ്റെ പകുതിയാണിത് കേട്ടോ, അധികമൊന്നുമില്ല. അതുപോലെ തന്നെ കുറച്ച് ക്യാബേജ്, പിന്നെ സെലറി ഉണ്ടെങ്കിൽ ചേർക്കാൻ, ഉണ്ടെങ്കിൽ നല്ലതാണ്, സൂപ്പിന് നല്ല ടേസ്റ്റ് വരുന്ന സാധനമാണ് സെലറി. പിന്നെ ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു സവാള, പിന്നെ കുറച്ച് നമ്മുടെ ഇഞ്ചിയാണ്, ഇഞ്ചി ജൂലിയൻ കട്ടെന്ന് പറയും, നീളത്തിൽ കട്ട് ചെയ്ത്. പിന്നെ നമ്മളൊരു 7 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് വെള്ളം മതി, പക്ഷേ ഞാനിത് ചിക്കൻ വേവിച്ച സ്റ്റോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു മുട്ടയുണ്ട്, കുരുമുളകുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചിക്കൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെജിറ്റബിളിൻ്റെ കൂടെ തന്നെ ഈ ചിക്കൻ വേവിച്ചാൽ മതി, പക്ഷേ ഞാൻ വേറെ തന്നെ ചിക്കൻ വേവിച്ച് അതിനെ ഇങ്ങനെ ഷ്രെഡ് ചെയ്ത് വെച്ച് അതിൻ്റെ വെള്ളമാണ് ഈ വെച്ചിരിക്കുന്നത്. അപ്പം സ്വീറ്റ് കോൺ ഞാൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് ഉപ്പും വേണം, വേറെ ഒന്നും ഇവിടെ വേണ്ട. ഞാൻ നേരത്തെ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിരുന്നത് 2 ലിറ്റർ വെള്ളമാണിത്. ഏകദേശം തിളയ്ക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് ഓരോ ഐറ്റമായിട്ട് ചേർക്കാം. അപ്പോൾ ഇതൊരു ക്യാരറ്റിൻ്റെ പകുതിയുണ്ട്, അത് ചേർത്തു. പിന്നെ ക്യാബേജ് അധികം വേണ്ട. പിന്നെ നമ്മുടെ സെലറി ചേർക്കുന്നുണ്ട്. ഇതിന് ഫ്ലേവറും ടേസ്റ്റും കൊടുക്കുന്ന സാധനമാണ് സെലറി. പിന്നെ നമ്മുടെ സവാള, ഓണിയൻ ഫൈനലി ചോപ്ഡാണ്. പിന്നെ നമുക്ക് ജൂലിയൻ കട്ട് ജിഞ്ചറാണ്. നമ്മൾ വെജിറ്റബിൾസ് തിളയ്ക്കുന്ന സമയത്തിൽ നമുക്ക് ഈ കോൺഫ്ലവർ ഒന്ന് കലക്കാം. തണുത്ത സ്റ്റോക്കാണ്. പിന്നെ നമ്മുടെ സൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരുടെയും ധാരണ വെറുതെ കുടിക്കാനുള്ളതാണെന്നാണല്ലോ. ഇപ്പം ഈ നമ്മളുണ്ടാക്കുന്ന സ്വീറ്റ് കോൺ സൂപ്പ് ഏകദേശം കുടിക്കാനുള്ളതാണ്, എന്നാലും കഴിക്കാനുള്ളതും അതിൻ്റെ അകത്ത് ചിക്കനും ഒക്കെ നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ഇൻ്റർനാഷണൽ രീതിയിലോ അല്ലെ ചൈനീസ് രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ചൈനയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സൂപ്പ് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ നിറയെ ഐറ്റങ്ങളുണ്ടാകും, ഭക്ഷണ സാധനങ്ങളുണ്ടാകും. അപ്പോൾ ആ ഭക്ഷണവും കൂടെ കൂടിയിട്ടാണ് സൂപ്പ് കഴിക്കുന്നത്. അപ്പോൾ ഒരു ബൗൾ സൂപ്പ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഭക്ഷണം കഴിക്കേണ്ടി വരില്ല. ആ രീതിയിലുള്ളതാണ് അത്. കോണ്ടിനെൻ്റൽ ആണെങ്കിലും യൂറോപ്യൻ സ്റ്റൈലിലാണെങ്കിലും അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ നേരത്തേക്ക് അങ്ങനെ അല്ലായിരുന്നു. സൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും വെള്ളം പോലെ കുടിക്കുക, അപ്പിറ്റൈസർ എന്ന് പറയും. നമ്മൾ വിശപ്പ് ഉണ്ടാക്കാനുള്ളൊരു അപ്പിറ്റൈസറായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് പകരം മാറ്റം കുറച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇപ്പോൾ സദ്യക്കൊക്കെ സ്റ്റാർട്ടർ എന്ന് പറഞ്ഞൊരു സംഗതി കൂടെ ഉണ്ട്. എന്തെങ്കിലും ഫ്രൈ ആയിട്ടുള്ളതൊക്കെ അതിന് മുമ്പ് അതും കൂടെ കൊടുക്കുക എന്നുള്ള സ്റ്റാർട്ടർ. അപ്പോൾ സ്റ്റാർട്ടറിന് മുമ്പാണ് സൂപ്പ് വിളമ്പേണ്ടത്. അപ്പോൾ ഇതാണ് സൂപ്പിൻ്റെ ചരിത്രം. പിന്നെ സൂപ്പിൻ്റെ അകത്ത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിൻ്റെ അകത്ത് ചൈനീസ് സോൾട്ട് ചേർക്കാൻ പറയുന്നുണ്ട്. ഇതൊരു പലർക്കും തെറ്റിദ്ധാരണയുള്ള സംഗതിയാണ്. ചൈനീസ് സോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ MSG ഇതാണ് പേര്. MSG, മോണോസോഡിയം ഗ്ലൂക്കോമേറ്റ്.
ഇതിൻ്റെ ഒരു ചൈനീസ് കമ്പനി അത് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് അജിനോമോട്ടോ എന്ന് പറയുന്നത്. അജിനോമോട്ടോ എന്ന് പറഞ്ഞാൽ ചൈനീസ് സോൾട്ട് എന്നല്ല അർത്ഥം. അത് ഒരു കമ്പനി ഉണ്ടാക്കുന്ന MSG ആണ് അജിനോമോട്ടോ. ഇതിനെപ്പറ്റി വ്യാപകമായ ചില തെറ്റിദ്ധാരണകളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ഹോർമോൺ പ്രവർത്തനം തകരാറാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതിന് ലോകവ്യാപകമായിട്ടുള്ള ടെസ്റ്റ് ചെയ്തിപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അവിടെയൊക്കെ അത്രമാത്രം സ്ട്രിക്റ്റ് ആയിട്ടുള്ളതാണ്. അവിടെ നിന്നും ഒരു സംഗതിയും ഇങ്ങനെയുള്ള ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് വേണമെങ്കിൽ അത് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല, ഉപയോഗിക്കുക. ഏതായാലും ഞാനിവിടെ അത് ഉപയോഗിക്കുന്നില്ല, ഉപയോഗിക്കാതെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നമ്മുടെ സ്റ്റോക്ക് വെജിറ്റബിൾ തിളച്ചു. അപ്പോൾ നമുക്കൊന്ന് ഉപ്പ് ചേർക്കാം. ഉപ്പ് വേണം, മധുരം ഉണ്ടെങ്കിൽ ഉപ്പ്, മധുരമൊന്നുമില്ല, ഉപ്പ് ചേർക്കാം. അപ്പം നമ്മുടെ വെജിറ്റബിൾസ് ഏകദേശം അരമണിക്കൂറായിട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം വെന്ത് കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞോട്ടെ, ആരെങ്കിലും വെജിറ്റേറിയൻ സൂപ്പാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മുട്ടയും ഇതിൽ ചേർക്കുന്ന ചിക്കനും ഒഴിവാക്കിയാൽ മതി. അപ്പോൾ വെജിറ്റേറിയൻ സ്വീറ്റ് കോൺ സൂപ്പാവും. ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് ചേർക്കാൻ പോകുന്നത് നമ്മുടെ സ്വീറ്റ് കോണാണ്. ഇനി തിളയ്ക്കാനും കുറച്ച് സമയം എടുക്കും. സ്വീറ്റ് കോൺ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്ത നടപടിയാണ് ഈ കോൺഫ്ലവർ കലക്കിയത് ഇതിൽ ചേർക്കാം. വെള്ളത്തിൽ കലക്കിയാലും മതി. ഞാൻ മിച്ചമുണ്ടായിരുന്ന സ്റ്റോക്കിൽ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. കുറേശ്ശെയായിട്ട് ഒഴിക്കുക. കെട്ടാതെ ഒഴിക്കുക. ഇളക്കുക. അപ്പോൾ കുരുമുളക് ഇതിനകത്ത് നമുക്ക് ചേർക്കാം. കുരുമുളക് പൊടിയാണ്. തിളക്കട്ടെ. നമ്മുടെ സൂപ്പ് തിളയ്ക്കുന്നുണ്ട്. അപ്പം ഞാനൊന്ന് സിമ്മർ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു മുട്ട അടിച്ചതിൽ ചേർക്കണം. ഫോർക്ക് അടിച്ചാൽ മതി. കുറേശ്ശെ ചേർക്കുക. പതുക്കെ ഇതിൽ ചേർക്കുക. ഇനി അടുത്തത് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ ചിക്കനാണ്. ഷ്രെഡഡ് ചിക്കൻ എന്നാണ് ഇതിൽ വന്ന് ഷ്രെഡ് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്യരുത്. വെന്തതിന് ശേഷം നമ്മൾ അതിനെ പിച്ചി എടുക്കണം. ഞാൻ മുമ്പ് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മുട്ട ചേർക്കുമ്പോൾ വളരെ സ്റ്റൗ സിമ്മറിലിട്ടിട്ട് വളരെ സ്ലോവിലേ ചേർക്കാവുള്ളൂ, അല്ലെങ്കിൽ കട്ട ആയി പോവും. അപ്പോൾ നിങ്ങൾ കണ്ടില്ല. എന്നിട്ടും വളരെ സൂക്ഷിച്ച് ചേർത്തിട്ടും കട്ടയായിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഇത് ഷ്രെഡ് ചെയ്ത ചിക്കനാണ്. കത്തി കൊണ്ട് കട്ട് ചെയ്യരുത്, എങ്കിലേ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. നമുക്ക് നിളക്കാം. അപ്പം നമ്മുടെ ഏകദേശം നമ്മുടെ സൂപ്പ് ഇപ്പോൾ തയ്യാറായിക്കൊണ്ട് അപ്പം നമ്മുടെ സൂപ്പ് റെഡിയായി തുടങ്ങി കേട്ടോ. നിങ്ങൾ കണ്ടോ, ഇപ്പം തന്നെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ കോൺഫ്ലവറൊക്കെ ചേർത്ത കാരണം കൊഴുപ്പായിട്ടുണ്ട്. ഇത് കൊഴുത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് 2 ലിറ്റർ വെള്ളം ചേർക്കണമെന്ന് പറയുന്നത്. അതിൽ കുറയാൻ പാടില്ല. 2 ലിറ്റർ വെള്ളം കറക്റ്റായിട്ട് തന്നെ വേണം. അപ്പോൾ നമുക്ക് ഇത് തിളച്ചു. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിത് സൂപ്പ് ബൗളിലേക്കാക്കി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കിതൊന്ന് സൂപ്പൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ. അതിന് വേണ്ടി സൂപ്പ് എടുത്തിട്ടുണ്ട്.
ഉപ്പൊക്കെ നോക്കുക. അതിനുശേഷം നമ്മുടെ ടൊമാറ്റോ സോസ് ഉണ്ട് ഇവിടെ. ഇഷ്ടമുള്ളവർ ടൊമാറ്റോ സോസ് ചേർക്കുക, ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ പെപ്പർ ചേർക്കുക. പെപ്പർ ഇതിനൊരു മസ്റ്റാണ്. ഇതും കൂടെ നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം വേണം സൂപ്പ് കഴിക്കാൻ. ചൂടോടെ കഴിക്കുകയും ചെയ്യണം. നോക്കട്ടെ. നന്നായിട്ടുണ്ട്. അപ്പോൾ വ്യൂവേഴ്സ്, നമ്മുടെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാറായിരിക്കുകയാണ്. അതിൻ്റെ റെസിപ്പിയുടെ പ്രിപ്പറേഷൻ ഇവിടെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് ഒരു കാര്യം കൊണ്ട് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഏതായാലും ഇത് നിങ്ങൾ കണ്ടിട്ട് ഇത് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഇത് ഒരു ടിൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 ലിറ്റർ വെള്ളം ഒഴിക്കണം. പക്ഷേ ഒരു ടിൻ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കുറേശ്ശേ നിങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ, അത് ഞാൻ അഡ്വൈസ് ചെയ്യുന്നില്ല, എങ്കിലും അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് ബാക്കി ഉള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഉണ്ടാക്കുക. പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഈ മുട്ടയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നല്ല ചൂടോടുകൂടി ഒഴിച്ച് ഇത് ഇളക്കുമ്പോഴാണ് ഇതിൻ്റെ മുകളിൽ നല്ല ഭംഗിയായിട്ട് കാണുക. പിന്നെ നിങ്ങളുടെ വല്ല പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുമാതിരി ഉണ്ടാക്കുക. ചൂടോടുകൂടി ഇത് സെർവ് ചെയ്യണം. ഇതിൻ്റെ ഒരു സൂപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇത് ചൂടോടുകൂടി കഴിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ സോസും മറ്റ് പെപ്പറൊക്കെ ഇതിന് എക്സ്ട്രാ ചേർക്കണം. അങ്ങനെയാണ് ഇത് കഴിക്കാൻ പാടുള്ളൂ. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അപ്പോൾ നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം. ഇത് വളരെ നല്ലൊരു പാർട്ടിക്കൊക്കെ ബെസ്റ്റ് സാധനമാണ്. നിങ്ങൾ കണ്ടല്ലോ, 2 ലിറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ എത്ര പേർക്ക് വേണേലും കഴിക്കാം ഇത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. ജയ് ഹിന്ദ്.